മലയാളത്തിലാണോ? ഓ, മലയാളികളാണ്. ഉറപ്പിച്ചല്ല, ഉറപ്പല്ലേ? ഇത് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ മഹാറാണി അവന്യൂവിലുള്ള എൻ്റെ സഹോദരങ്ങൾ, മലയാളി സഹോദരങ്ങൾ അടക്കം തമിഴ് മക്കൾ എല്ലാവർക്കും എൻ്റെ അൻപുകൂറിയ വണക്കം. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മെനഞ്ഞാന്ന് 2 ദിവസം മുമ്പ് പാർലമെന്റിൽ എന്താ നടന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അത് പക്ഷേ തെരഞ്ഞെടുപ്പിനൊരു വിഷയമല്ലെങ്കിലും ഭാവിയിലെ തെരഞ്ഞെടുപ്പുകൾക്ക് സ്ത്രീകൾക്ക് വലിയ ഒരു അനുഗ്രഹമായി തീരേണ്ട യജ്ഞത്തിൽ തൽക്കാലം ഇത്തിരി വെള്ളം ഒഴിച്ച് അണച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അവിടെ കനൽ ബാക്കിയാണ്. അത് തീരാത്ത പകയോടെ തിരിച്ച് മാളിക്കത്തി തിരിച്ചു വരും. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ആന്ധ്രാപ്രദേശ്, തെലങ്കാനയും ആന്ധ്രയും ചേർത്ത് സൗത്ത് എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ ദക്ഷിണ കേന്ദ്രങ്ങളിലെയൊക്കെ സ്ത്രീകളുടെ മാനം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ ശ്രീ നരേന്ദ്രമോദി നട്ടലുള്ളവനാണ്. അത് തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഇത് നടപ്പിലാക്കി എടുത്തിരിക്കുകയും ചെയ്യും. നമുക്കത് കുറച്ച് കാലതാമസം അതുകൊണ്ട് വരുമോ എന്നുള്ളത് അദ്ദേഹം വിചാരിച്ചതും ആഗ്രഹിച്ചതും പ്രയത്നിച്ചതും പോലെ 2029 തന്നെ അത് ഉണ്ടാവട്ടെ. ഇത് വ്യക്തമായി ഇതിന് പല കഥകളുമായി ന്യായീകരണ കമ്മിറ്റികളെല്ലാം ഇറങ്ങി വരും. ആർക്കും ചെവി കൊടുക്കേണ്ടതില്ല. നിങ്ങൾ നിശ്ചയിക്കുക നിങ്ങളിലെ സ്ത്രീക്ക് എന്ത് മര്യാദ നൽകി, നിങ്ങളിലെ സ്ത്രീയെ എന്താണ് എല്ലാം നിഷേധിക്കുന്ന ഭാരതത്തിന്റെ സംവിധാനത്തിന് പ്രകാരം നിങ്ങളുടെ അവകാശങ്ങൾക്ക് നിഷേധക്കുറിപ്പാണോ 2 ദിവസം മുമ്പ് പാർലമെന്റിൽ ഇവരൊക്കെ ചേർന്ന് കുറിച്ചത്? കറുപ്പും കാവിയും ഒക്കെ പറഞ്ഞ് പത്രക്കാർ പല കുത്തിത്തിരിപ്പും ചോദിച്ചു. എനിക്ക് തോന്നുന്നത് കേരളമായാലും ലോകത്ത് എവിടെയായാലും മീഡിയ എന്ന് പറയുന്നതിന് ഒരു DNA ഉണ്ട്. അത് ഇവിടെയും ഞാൻ പ്രകടമായി കണ്ടു. കാവിയും കറുപ്പും ഒന്നുമല്ല. നമുക്ക് ജീവിതത്തിന് നമ്മുടെ ധമനികളിലൂടെ ഓടുന്ന ചോരയാണ് വലുത്. ആ ചോര ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒന്ന് തന്നെയാണ്, അല്ലേ? ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് നമ്മൾ ഈ ഭാരതത്തെ സ്നേഹിക്കുന്നത്. ആ ഭാരതത്തിന്റെ യശസ്സിന് വേണ്ടി എന്തൊക്കെ നന്മകൾ ചെയ്യണമോ അത് ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയവനാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന അമിത്ഷാ ആയാലും ശരി തന്നെ, രാജ്നാഥ് സിംഗ് ആയാലും നിർമ്മല സീതാരാമനായാലും സ്മൃതി ഇറാനി ആയാലും വാനതി വരെയുള്ളവർ വലിയ ഒരു പടയാളി സംഘമായി നിങ്ങൾക്ക് വേണ്ടി തൽക്കാലം നമുക്ക് തമിഴ്നാടിനെ രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. സനാതന ധർമ്മത്തിന്റെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവന്മാരാണ് അനാവശ്യങ്ങളൊക്കെ പറയുന്നത്. ഡെങ്കിന്നും പങ്കിന്നും പുങ്കിന്നും ഒക്കെ പറയും. അതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. സത്യത്തിൽ സമൂഹത്തിലെ, രാഷ്ട്രീയ സമൂഹത്തിലെ ഏറ്റവും വലിയ ഡെങ്കികൾ ഇവരൊക്കെ തന്നെ. അവരെയാണ് അഴിച്ച് കളയുന്നത്. അവരെ അഴിക്കാനുള്ള ശ്രമത്തിൽ നിങ്ങൾ ജാഗരൂകരായി ഇത്തവണ വോട്ട് രേഖപ്പെടുത്തി. കോവൈ നോർത്തിൽ നിന്ന് സൗത്തിൽ എന്തൊക്കെയാണ്, കോവൈ തെക്കിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്കറിയാം. അവർക്ക് പകരം നല്ല ഒരു വേട്പാളറെ നൽകിക്കൊണ്ട് തന്നെയാണ് വാനതി വടക്കിലേക്ക് വന്നിരിക്കുന്നത്. വടക്കും വാനതി ഇങ്ങെടുക്കുക. പോരെ? ഭാരത് മാതാ കി ജയ്. பிரச்சாரத்துல எதுவும் ஜனங்ககிட்ட சொல்ல வேண்டிய தேவையில்லை. இப்ப முந்தானேத்து நடந்த ஒரு சம்பவம் கூட பாரத நாரிக்கு என்ன மரியாதை கொடுக்கறாங்கன்னு ரொம்ப ரொம்ப கிளியரா ஜனங்களுக்கு தெரியும். அதுக்கான தண்டனை கொடுக்க வேண்டியவங்களுக்கு கொடுக்கட்டும், அதுக்கான பிளஸிங்ஸ் கொடுக்க வேண்டியவங்களுக்கு கொடுக்கட்டும். நல்ல ஆட்சி வரட்டும். அது அதிமுக தலைமையில NDA கூட்டணியோட ஆட்சி தமிழ்நாட்டில் வரணும் ஆசைப்படுறேன். அதுக்காக முயற்சி பண்ணிட்டு இருக்கேன். அதுக்காக கேம்பெயின் பண்ணிட்டு இருக்கேன். அது ரொம்ப பவர்ஃபுல்லா பண்ணிட்டு போயிட்டே இருப்பேன். அந்த கேஸ் தட்டுப்பாடு ஏற்பட்டதுனால சோட்டோ அப்படிங்கிற ஒரு சின்ன சிலிண்டர் அறிமுகப்படுத்ததா சொல்லிருக்காங்க. அதெல்லாம் மினிஸ்ட்ரி விஷயம். உங்களுக்கு தெரியணும்னா மினிஸ்ட்ரியில போய் கேளுன்னு நான் சொல்ல மாட்டேன்.
மினிஸ்ட்ரியில வந்து கேளு சொல்றேன். பாராளுமன்றத்துல வந்து காவி திசையில வந்து கருப்பு கொடி அதுதான் நீ வந்து எதிர்க்கும் போது ஸ்டாலின் சொல்லிக்கிற என்ன சொல்றீங்க? எப்படி பாக்குறீங்க? கருப்பு கொடிக்கு தான் நீ அதிக மதிப்பு இருக்கு, காவிக்கு இல்ல அப்படின்னு